ഹായ് നമസ്കാരം. നമ്മളെ ഇന്ന് ചണ്ടാള ജയന്തിയോടനുബന്ധിച്ച് ഒരു സമദർശന സമഭാവന സദസ്സ് എന്ന പേരിലൊരു പരിപാടി നടക്കുന്നുണ്ടെന്ന് നമ്മുടെ ഒരു സുഹൃത്ത് അറിഞ്ഞിട്ട് ആ ക്ഷണപ്രകാരമായിട്ട് ആ പരിപാടി ഒന്ന് കാണാനായിട്ട് എത്തിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഭാരതത്തിൽ ഒട്ടനേകം സമ്പ്രദായങ്ങളുണ്ട്, അതുപോലുള്ളതായ ആരാധനാ രീതികൾ, വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങളും ഉണ്ടെന്നുള്ളൊരു സംഗതികൾ നമ്മൾ കണ്ടപ്പോൾ അത് നിങ്ങളുടെ മുമ്പിലും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഈ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു, പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഫേസ്ബുക്കിൽ നിന്ന് അത് ഡിലീറ്റായി പോവുകയോ അല്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചത് പോയി. അതുകൊണ്ടാണ് കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് ഈ വീഡിയോ രണ്ടാമത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു സമ്പ്രദായ രീതിയാണ് നമ്മൾ കണ്ടതായ കാന്താര എന്ന ഒരു സിനിമയിലേത്. അതുപോലെ തന്നെ ഉള്ളതായ മറ്റൊരു ആചാര അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഈ മലവാര ക്രിയകളൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ളതായ ഒരു സമ്പ്രദായ രീതി. അതിൻ്റെ വക്താവായിട്ടുള്ള ഒരു ആളാണ് ഇതിൻ്റെ ഈ ചണ്ടാള ബാബാജിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ളവരട്ട. അപ്പോൾ ശങ്കരാചാര്യരുടെ മുമ്പിൽ പ്രത്യക്ഷനായ പരമശിവൻ ചണ്ടാല വേഷത്തിലായിരുന്നു എന്നുള്ളത് നമ്മൾ ആ കഥകളൊക്കെ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ചണ്ടാളന എന്ന് പറയുന്ന ആ ഒരു അവതാരത്തിൻ്റെ ജയന്തിയുടെ ഭാഗമായിട്ടാണ് ഇവരുടെ ഈ പരിപാടി ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണുന്ന കാഴ്ചപ്പാടാണ് ഈ ഒരു പരിപാടിയുടെ പ്രത്യേകതയായിട്ട് ഇവർ പറയുന്നത് കേട്ടോ. നമ്മളിവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ രീതിയും അതുപോലെ നാഗസൈരന്ധ്രി പോലുള്ളതായ ഈ ആളുകളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാമല്ലോ, അവർ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങൾ വരുന്നതുമായിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ സമൂഹത്തിൽ ഉൾക്കൊള്ളാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളതായ ഇതുപോലുള്ള ആളുകളെയൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിലൊക്കെ ക്ഷണിച്ചതെന്ന് എല്ലാവരെയും പോലെ എനിക്കും തോന്നിയൊരു ചിന്തയാണ് കേട്ടോ. അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് ബാബാജി സദസ്സിൽ വെച്ചിട്ടേ അത് എന്തുകൊണ്ടാണ് അവരെ ക്ഷണിച്ചതെന്നൊക്കെ പറയണ്ടായി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ചിന്താഗതിയിൽ എനിക്കതൊരു തെറ്റായിട്ട് തോന്നിയിരുന്നില്ല കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഭൂമിയിൽ നമുക്കുള്ളതുപോലെ തന്നെ എല്ലാവർക്കും അവരുടേതായ ശരികളുണ്ട്. നമ്മളുടെ മാത്രമാണ് ശരി എന്ന് പറയുന്നതാണ് എന്തോ ഒരു കുഴപ്പം അതിൽ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതും അവരവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരികളാണ്. അപ്പോൾ അതെന്തായിക്കോട്ടെ, എന്തായാലും നല്ലൊരു സ്വീകരണവും അതുപോലെ തന്നെ ആ സദസ്സിൽ വെച്ചിട്ട് അപരാജിത പുരസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു പുരസ്കാരമൊക്കെ അവർക്ക് നൽകേണ്ടതായിട്ടാണ്. പിന്നീട് അവിടെ നടന്നതായിട്ടുള്ളൊരു ചടങ്ങാണ് മണ്ണിൽ കുഴി കുത്തിയിട്ട് അതിൽ കഞ്ഞി കുടിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് കേട്ടോ. അപ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. ഒരു കാലത്ത് ഈ അടിയാന്മാരായി കണ്ട് അധകൃതരായി കണ്ട് മാറ്റി നിർത്തിയിരുന്നൊരു മേഖലയിലെ ഒരു സമൂഹത്തിലെ ഒരാളുകളെ കുറച്ച് മേലാളന്മാരായി ചവഞ്ഞിരുന്ന കുറച്ച് ആളുകൾ പണ്ട് അവരുടെ തൊഴിലാളികൾക്ക് ഈ അധകൃതരായി കണ്ട് കുഴി കുത്തിയിട്ട് അതിൽ കഞ്ഞി കൊടുക്കുമായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയൊക്കെ നമ്മളൊന്നുകൂടി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ആ ഒരു സംഗതികളൊക്കെ ഇതിൽ കാണിച്ചു തരേണ്ടതായിട്ട്. കൂടാതെ അവരുടെ ഒരു സമ്പ്രദായത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഭൂമി ദേവിയെ ആ അമ്മയായി കണ്ടുകൊണ്ട് ആ ഭൂമിയിലൊരു കുഴി കുത്തിയിട്ട് അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ അമ്മയുടെ മാറിടത്തിൽ നിന്ന് മുലപ്പാൽ നുകരുന്ന ഒരു കുട്ടിയുടെ ഒരു സങ്കല്പത്തിലാണ് അവരവിടെ ഇത് ചെയ്തത് കേട്ടോ. അതിനുശേഷം പിന്നെ ഇവിടെ നടന്നത് ഗുരുപൂജയായിരുന്നു. നമ്മളുൾപ്പെടെ ആർക്കും ഇത് കാണുമ്പോൾ അത്ര ഒരു ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം അവരുടെ ഒരു രീതിയിലാണ് ആ ഗുരുപൂജ അവിടെ നടത്തിയത് കേട്ടോ. എന്നിരുന്നാലും ഇതുപോലെയുള്ളതായ കുറേ രീതികൾ കാണാനും മനസ്സിലാക്കാനും ഇവിടെ വന്നുകൊണ്ട് സാധിച്ചു. കൂടാതെ ഈ സദസ്സിൽ വെച്ചിട്ട് മാധ്യമശ്രീ പുരസ്കാരം അബാക് മീഡിയക്ക് നൽകിയിരുന്നു കേട്ടോ. അതിനുശേഷം ഡോക്ടർ ശ്രീ ആർ രാമാനന്ദിൻ്റെ ചെറിയൊരു പ്രഭാഷണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉച്ചയോടുകൂടി നമ്മൾ മടങ്ങിയത് കേട്ടോ. ഒരുപാട് കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ജയന്തി പരിപാടികളുമായി ബന്ധപ്പെട്ട്